നമസ്കാരം. വീട്ടമ്മാസിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടമ്മാസിലൂടെ ചില്ലി ബീഫാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ബീഫാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് ഇതുപോലെ സ്ട്രിപ്സായിട്ട് മുറിച്ചെടുക്കുക. ഇങ്ങനെ നീളത്തിനുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. നമ്മൾ റെസ്റ്റോറൻറ്റിൽ അങ്ങനെ കിട്ടുന്നത് നീളത്തിനുള്ള കഷ്ണങ്ങളായിട്ടാണ് കിട്ടുന്നത്. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ വാർന്ന് മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വേവിക്കുന്നതിന് മുന്നേ ഇതിലോട്ട് നമ്മൾ കുറച്ച് മസാലകളിടും. മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, പിന്നെ കുരുമുളക് പൊടി. ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ പല ബീഫിനും പല വിസിലായിരിക്കും വേണ്ടി വരുന്നത്. ഇളം ബീഫാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ചുകൂടെ മൂത്ത ബീഫാണെങ്കിൽ കുറച്ചുകൂടി വിസിൽ കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് വേവിക്കുക. അതിന് ശേഷം ഇഞ്ചി ചോപ്പ് ചെയ്തതും വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അത് എണ്ണയിലിട്ടൊന്ന് ചൂടാക്കുക. അതിനുശേഷം സവോള ഇതുപോലെ നീളത്തിനരിഞ്ഞതാണ്. അത് 2 വലിയ സവോള, പിന്നെ ചോപ്പ് ചെയ്ത് അതുപോലെ കുറച്ച് ചരിച്ചൊന്നരിഞ്ഞ പച്ചമുളക്, അതും ഒരു 3-4 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവ് എത്രത്തോളം വേണം, നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവ് എത്രത്തോളം ഉണ്ട് അതൊക്കെ അനുസരിച്ചിട്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും മൂപ്പിക്കേണ്ട, പക്ഷേ ഉള്ളി വഴണ്ട ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്ന ഒരു കളറുണ്ടല്ലോ, ആ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ സൈഡിലെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇങ്ങനെ വഴണ്ട് വരുന്നുണ്ട്. നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് നമുക്ക് 3 സോസുകൾ ഒഴിക്കണം. ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയാ സോസ്. അപ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കുക. പൊടികളിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സോസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ കയ്യിൽ എരിവ് അനുസരിച്ചിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ. അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ചില്ലി സോസ് ഒരു 2 ടീസ്പൂണോളം ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഒഴിക്കേണ്ട സോയാ സോസാണ്. ഇത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ട്. അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് പോരാന്നുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ വേണം ഇട്ട് കൊടുക്കാൻ. കാരണം പിന്നീട് ഇതിന് മുന്നേ ഇട്ട് കൊടുത്താൽ ഒരുപാടങ്ങ് വഴണ്ട് പോവും, വഴണ്ടങ്ങ് അലുത്തങ്ങ് ചേരും. അപ്പോൾ ഇനി നമുക്ക് ആ ബീഫിൽ വേവിച്ച വെള്ളം ഒഴിച്ച് ഒത്തിരി ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി നമ്മുടെ ഈ ഗ്രേവിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മസാലയൊക്കെ ബീഫിലും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക. ഒന്ന് തിളച്ച് ചാറൊക്കെ കുറുകി വരുന്ന സമയം നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി നമുക്കിതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവർ ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അധികം ചാറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറുകി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ചില്ലി ബീഫിന് നല്ലൊരു ഗ്ലേസിങ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് കിട്ടും ഈ കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ. അപ്പോൾ ഇനി ഉപ്പ് എനിക്ക് കുറച്ചുകൂടെ വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചില്ലി ബീഫ് ഏകദേശം റെഡിയായി കഴിഞ്ഞു. നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് സ്പ്രിംഗ് ഓണിയൻ കൊണ്ട് ഗാർണിഷ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ നമുക്ക് ഗാർണിഷ് ചെയ്യാനും എടുക്കാം. അത് നമ്മൾ വഴറ്റുന്ന സമയത്തും കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് നാനിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ചില്ലി ബീഫ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.